Dear students, very good morning all. Once more all welcome to Financial Accounting new video classroom. In the last video, we are already discussed about some special items for the preparation of final account of joint stock company. Three items we are already discussed. Then fourth one, income tax. Fourth point, income tax. Income tax. Then tax expenses has two components, namely current tax and deferred tax. Current tax is the amount of income taxes payable in respect of taxable income. That means tax losses. Then computed as per tax laws applicable to the business enterprise for the current period. Then any excess or short payment relating to earlier years should be disclosed separately. The current tax will appear in the statement of profit and loss as a deduction from the profit before tax. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ദെൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്. അപ്പോൾ അതൊക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാക്സ് ബിഫോർ ടാക്സ്, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നെക്സ്റ്റ് ഇവന്റ് ആയിട്ട് വരുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റ് ബിഫോർ ടാക്സും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും എന്നുള്ള ഇവന്റിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറയുന്നതിന് രണ്ട് കോമ്പണന്റ് ആണുള്ളത്. ഇൻകം ടാക്സ് ഹാസ് ടു കോമ്പണന്റ്. നമ്പർ വൺ, കറണ്ട് ടാക്സ്, കറണ്ട് tax. Then second one, deferred tax. Deferred tax. Current taxum deferred taxum എന്ന് പറയുന്ന രണ്ട് ഇവന്റ് ആണ് ഇൻകം ടാക്സിന്റെ കേസിൽ കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് ഈ കറണ്ട് ടാക്സ് എന്നുള്ളതും എന്താണ് ഡെഫേർഡ് ടാക്സും എന്നുള്ളതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മളറിയാം ഒട്ടുമിക്ക കമ്പനീസും ടാക്സ് എമൗണ്ട് ഓൾറെഡി പേ ചെയ്യും. That means current financial yearലെ ടാക്സ് ലാബിലിറ്റി കമ്പനി ഓൾറെഡി പേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പേയ്മെന്റ് നടത്തുന്ന സമയം ഒന്നുകിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് എക്സസ് ആവാം, ചില കേസിൽ അത് ഷോർട്ടേജ് ഉണ്ടാവാം. അപ്പോൾ ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ കറണ്ട് ഇയറിൽ ബാലൻസ് എമൗണ്ട് നമ്മൾ കൊടുത്തു തീർക്കേണ്ടി വരും. ദെൻ എക്സസ് എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അതർ കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ എക്സസ് ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് പോവാം. എന്താണ് കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ കറണ്ട് ടാക്സും അതുപോലെ ഡെഫേർഡ് ടാക്സും ഉണ്ടായിരിക്കും. ദെൻ വാട്ട് യു മീൻ ബൈ കറണ്ട് ടാക്സ് അസറ്റ് ആൻഡ് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ കറണ്ട് ടാക്സിൽ വരുന്ന രണ്ട് ഇവന്റ് ആണ് കറണ്ട് ടാക്സ് അസറ്റും കറണ്ട് ടാക്സ് അസറ്റ് ആൻഡ് കറണ്ട് tax liability. Current tax asset and current tax liabilities. Then if the amount of tax already paid in respect of current and prior periods exceeds the amount of tax due for those periods, that means then such excess is recognized as current asset. അപ്പോൾ അതൊരു അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് മീൻസ് ഏപ്രിൽ ടു മാർച്ചിലാണ് ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 2021 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 2022 മാർച്ചിൽ എൻഡ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് ഇയർ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 2021 ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു, 2022 മാർച്ചിൽ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരിയഡിലുള്ള ടാക്സബിൾ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടാണ് ടാക്സ് പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇതിന്റെ ടാക്സ് എമൗണ്ട് വരുന്നത്
ഒരു 1 lakh rupees ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതൊരു ഇമേജിനറി ഫിഗർ ആണ്. 1 lakh rupees ആണ് ഈ കാലയളവിലുള്ള ഈ ഫിനാൻഷ്യൽ ഇയറിലുള്ള ടാക്സ് എമൗണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. നമ്മൾ പേയ്മെന്റ് ഒരു 1,50,000 rupees ഓൾറെഡി പേയ്മെന്റ് നടത്തി. ആക്ച്വലി ആ ഇയറിൽ ഉണ്ടായിട്ടുള്ള ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. നമുക്കറിയില്ല, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ആക്ച്വൽ എമൗണ്ട് അറിയുള്ളൂ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്, 1,50,000 rupees ഓൾറെഡി പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. ദെൻ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സസ് ആയിട്ട് 50,000 rupees നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വൽ ഡ്യൂ ആവുന്ന എമൗണ്ടിനേക്കാളും ഓവർ ആൻഡ് എബോവ് ആയിട്ട് 50,000 rupees കൊടുത്തിട്ടുണ്ട്. ഈ 50,000 rupees ആണ് കറണ്ട് ടാക്സ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, if the amount of tax already paid in respect of current and prior periods exceeds the amount of tax due of those periods, then such excess is recognized as asset. അപ്പോൾ ഇത്തരത്തിൽ എക്സസ് ആയിട്ടുള്ള എമൗണ്ടിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇത് ടാക്സിന്റെ ബേസിൽ കൊടുത്തത് കൊണ്ട് ഇതിനെ കറണ്ട് ടാക്സ് അസറ്റ് എന്നാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ദെൻ ഇത്തരത്തിലുള്ള എക്സസ് എമൗണ്ട് ഈ 50,000 rupees, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഈ 50,000 rupees നമ്മൾ റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും, അതായത് റീഫണ്ട് ചെയ്യുന്നു. അത് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, കറണ്ട് അസറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കറണ്ട് അസറ്റ് ആയിട്ട് എപ്പോഴാണ് കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഈ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ അഥവാ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ഇതിനെ റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ അഥവാ റിയലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നോൺ റിക്കവേർഡ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്കത് റിക്കവർ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അഥവാ റീഫണ്ട് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഇതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ്. ഓക്കെ, ഇപ്പൊ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് എന്ത് ചെയ്യുക, ഇത് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇത് എങ്ങനെ ആയിരുന്നാലും അസറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. ഒന്ന് നോൺ കറണ്ട് അസറ്റിൽ ട്രീറ്റ് ചെയ്യുന്നു, ഒന്ന് കറണ്ട് അസറ്റിൽ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ റിക്കവർ ചെയ്താൽ, അതായത് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. റീഫണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ കറണ്ട് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ് എന്താണെന്നും എങ്ങനെയാണ് കറണ്ട് അസറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ടാക്സ് പേയ്മെന്റിന്റെ കേസിലാണ് ഈ കറണ്ട് ടാക്സ് അസറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് കറണ്ട് ടാക്സ് ലാബിലിറ്റി ആണ്. നമുക്ക് നോക്കാം എന്താണ് കറണ്ട് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ. What is current tax liability? Current tax liability. What is current tax liability? Okay. നമ്മൾ പറഞ്ഞു എക്സസ് എമൗണ്ട് കൊടുത്താൽ അത് കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, കറണ്ട് ടാക്സ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, കറണ്ട് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇഫ് ദ എമൗണ്ട് tax due in respect of current and prior periods exceeds the amount of tax already paid for those periods, then such exceeds or excess is recognized as liability. So this is the unpaid tax in respect of current or prior periods. Then it should be shown in the balance sheet under current liability. അപ്പോൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിന്റെ ഹെഡിലാണ് ഈ ഒരു ഐറ്റം ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, ഇഫ് ദ എമൗണ്ട് ടാക്സ് ഡ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് കറണ്ട് ആൻഡ് പ്രയർ പീരിയഡ്സ് exceeds the amount tax liability paid for those periods. അപ്പോൾ നമ്മൾ ടാക്സ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞു. അപ്പോൾ ടാക്സ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞു, പക്ഷെ ആക്ച്വൽ ടാക്സ് എമൗണ്ട് വന്നിട്ടുള്ളതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ടാക്സ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഷോർട്ടേജ് വന്നു. അപ്പോൾ ആ ഷോർട്ടേജ് വന്നിട്ടുള്ള എത്ര രൂപക്കാണോ ഷോർട്ടേജ് വന്നിട്ടുള്ളത്, ആ ഷോർട്ടേജ് വന്നിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ കറണ്ട് ടാക്സ് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്ത് പോവുക. Okay, if the amount of tax due in respect of current and prior periods
exceeds the amount of tax already paid for those periods. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ടാക്സ് ലാബിലിറ്റി വന്നാൽ എത്രയാണോ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് പെയ്ഡ് ആയി കിടക്കുന്ന ടാക്സ് എമൗണ്ട് അതിനെയാണ് കറണ്ട് ടാക്സ് ലാബിലിറ്റി എന്ന് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിനകത്ത് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിലാണ് ട്രീറ്റ് ചെയ്തു പോകുക. ഓക്കെ, അപ്പോൾ കറണ്ട് ടാക്സ് അസറ്റ് എന്താണെന്നോ കറണ്ട് ടാക്സ് ലാബിലിറ്റി എന്താണെന്നോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കറണ്ട് ടാക്സിൽ എക്സസ് എമൗണ്ട് വന്നാൽ അത് റിക്കവർ ചെയ്യുന്ന ഓപ്ഷനുണ്ട്, റിയലൈസ് ചെയ്യാത്ത ഓപ്ഷനുണ്ട്. അപ്പോൾ റിക്കവർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അൺറിക്കവേർഡ് ആണെങ്കിൽ നോൺ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ കറണ്ട് ടാക്സ് ലാബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പേയ്മെന്റ് കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ളെങ്കിൽ എത്ര രൂപയാണോ പെൻഡിങ്ങിലായി കിടക്കുന്നത് ആ എമൗണ്ടിനെ ആണ് കറണ്ട് ടാക്സ് ലാബിലിറ്റി എന്ന് പറയുക. ഇത് ബാലൻസ് ഷീറ്റിനകത്ത് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിലാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഇറ്റ്സ് ക്ലിയർ? നെക്സ്റ്റ് പാർട്ട് ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ്. Deferred tax. Then what is deferred tax? നമ്മൾ പറഞ്ഞു ടാക്സ് ഹാസ് ടു കോമ്പണന്റ്, കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. കറണ്ട് ടാക്സിന് രണ്ട് പാർട്ടാണ്, കറണ്ട് ടാക്സ് അസറ്റ് ആൻഡ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. Then the second part, deferred tax. Then what do you mean by deferred tax? Then deferred tax is the difference between deferred tax liability, then that means the net deferred tax asset at the end of period and the same at the beginning of the period. Once more, deferred tax is the difference between deferred tax liability at the end of the period and same at the beginning of the period. Clear ആയോ? അതായത് ടാക്സ് ലാബിലിറ്റി ഓപ്പണിംഗ് പീരിയഡിലുള്ളതും ക്ലോസിംഗ് പീരിയഡിലുള്ളതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡെഫേർഡ് ടാക്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഓപ്പണിംഗിൽ, ഇപ്പോൾ എക്സാമ്പിളിൽ ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കരുതുക. ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന കേസസ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിൽ എൻഡ് ചെയ്യാൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാർച്ചിൽ 30,000 rupees ലാബിലിറ്റി. ഓക്കെ, ദെൻ ഡിസംബറിൽ ബാലൻസ് ഉള്ളത്, അതായത് ഡിസംബറിലെ ബാലൻസ് ഉള്ളത് എത്ര? 40,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ശ്രദ്ധിക്കണേ, ജാനുവരിയിലെ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത് 30,000ഉം ഡിസംബറിൽ അതിന്റെ എൻഡിങ്ങിൽ ലാബിലിറ്റി എന്ന് പറയുന്നത് 40,000. ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡെഫേർഡ് ടാക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ deferred tax liability at the end of the period and same at the beginning of the period. അപ്പോൾ എൻഡ് ഓഫ് ദ പീരിയഡിലും ബിഗിനിങ് ഓഫ് ദ പീരിയഡിലും ഉണ്ടായ ടാക്സ് ലാബിലിറ്റിന്റെ ഡിഫറൻസിനാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഹിയർ ദ ഡെഫേർഡ് ടാക്സ് ഓഫ് ₹10,000. ഒരു ഫിനാൻഷ്യൽ ഈ പീരിയഡിലെ എൻഡിങ്ങിലുണ്ടായ ലാബിലിറ്റിയും ഓപ്പണിങ്ങിലുണ്ടായ ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനാണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എന്ന് ട്രീറ്റ് ചെയ്യും, അഥവാ ഡെഫേർഡ് ടാക്സ് എന്ന് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫേർഡ് ടാക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ആൻഡ് സെയിം അറ്റ് ദ ഓപ്പണിംഗ് പീരിയഡ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് പീരിയഡിൽ അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ പീരിയഡിൽ ഉണ്ടായിട്ടുള്ള ടാക്സ് ലാബിലിറ്റിയും എൻഡ് ഓഫ് ദ പീരിയഡിൽ ഉണ്ടായിട്ടുള്ള ടാക്സ് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ് ഡെഫേർഡ് ടാക്സ് എന്ന് ട്രീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഏപ്രിൽ മുതലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഏപ്രിൽ മാസത്തത് 30,000ഉം ദെൻ മാർച്ച് മാസത്തിൽ നെക്സ്റ്റ് ഇയറിലെ മാർച്ച് മാസത്തിൽ 40,000 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡെഫേർഡ് ടാക്സ്. ക്ലിയർ അല്ലേ? ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കറണ്ട് ടാക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, കറണ്ട് ടാക്സ് അസറ്റ് എന്താണെന്ന് പറഞ്ഞു, കറണ്ട് ടാക്സ് ലാബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റും അതുപോലെ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി. അപ്പോൾ ഡെഫേർഡ് ടാക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓപ്പണിംഗ് പീരിയഡിലുള്ള ടാക്സ് ലാബിലിറ്റിയും എൻഡ് പീരിയഡിലുള്ള ടാക്സ് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻറ്റിനാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുക. ഓക്കെ, ഡെഫേർഡ് ടാക്സ് അസറ്റ് ആൻഡ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി.
deferred tax assets, deferred tax liability. What is deferred tax asset and what is deferred tax liability? Okay, then deferred tax asset arises when an enterprise has paid tax in the current year, then but it may be reversed in the future year. അതായത് ഒരു ലാർജ് എമൗണ്ട്, ഒരു ഹയർ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാണ് ഒരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പേ ചെയ്യാണ്. അപ്പോൾ ഈ എക്സസ് ആയിട്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ അത് റിവേഴ്സ് ചെയ്ത് കിട്ടുന്നത് ഫ്യൂച്ചർ ഇയേഴ്സിലേക്കാണ്. അത്തരത്തിലുള്ള ആ ഒരു പേയ്മെന്റിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെഫേർഡ് ടാക്സ് അസറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് അറൈസ് when an enterprise has paid higher tax in the current year, then but in the same way or the same may get reversed in the future period. അപ്പോൾ നമ്മളൊരു വലിയൊരു എമൗണ്ട് കറണ്ട് പീരിയഡിൽ തന്നെ ടാക്സ് പേയ്മെന്റ് നടത്തുന്നു. അപ്പോൾ ആ ഒരു പീരിയഡിലേക്ക് അത്രയും ഡിഫറൻസസ് അല്ലെങ്കിൽ അത്രയും പേയ്മെന്റ് നടത്താനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഫ്യൂച്ചർ പീരിയഡിലേക്ക് റിവേഴ്സ് ചെയ്തു പോകുന്നു. അങ്ങനെ റിവേഴ്സ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ടാക്സ് അസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഐദർ കറണ്ട് അസറ്റ് ഓർ നോൺ കറണ്ട് അസറ്റ്സ്. എന്തായാലും അസറ്റ് പാർട്ടിലാണല്ലോ ട്രീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അത് എപ്പോഴാണ് കറണ്ട് അസറ്റിൽ ട്രീറ്റ് ചെയ്യുക, എപ്പോഴാണ് നോൺ കറണ്ട് അസറ്റിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കണ്ടേ. അത് ക്യാഷ് ആയിട്ട് റിക്കവർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നമുക്കറിയാം ക്യാഷ് ആണ്, പിന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം മാത്രമേ കറണ്ട് അസറ്റിൽ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അടുത്ത വർഷത്തെ ടാക്സ് ലാബിലിറ്റിയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നോൺ കറണ്ട് എന്ന് പറയുന്ന അസറ്റിന്റെ കാറ്റഗറിയിലേക്കാണ് ബാലൻസ് ഷീറ്റിൽ അത് ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ എന്താണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞത്? ദെൻ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റീസ് അറൈസസ് വെൻ ദ കമ്പനി ഹാസ് പെയ്ഡ് ലെസ് ടാക്സ്. അപ്പോൾ അസറ്റിന്റെ കേസിൽ എന്താ പറഞ്ഞത്, when a company has paid the higher tax, then liabilities in the കേസിൽ company has paid less tax in the current year but it reverses the future years. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ പീരിയഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ എമൗണ്ട് ലാബിലിറ്റി ആയിട്ട് കടന്നു വരിക ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലാബിലിറ്റിനെയാണ് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എന്ന് പറയുക. ഇറ്റ് റിവേഴ്സസ് ഇൻ ദ ഫ്യൂച്ചർ ഇയർ മീൻസ് ദാറ്റ് the tax liability will be higher in the future period. അപ്പോൾ നമ്മൾ അടുത്ത പീരിയഡിലുള്ള ആക്ച്വൽ ടാക്സ് എമൗണ്ടും കൊടുക്കാറുണ്ട്, കഴിഞ്ഞ പീരിയഡിലുണ്ടായ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ലാബിലിറ്റിന്റെ വോളിയം എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി എന്ന് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് ട്രീറ്റ് ചെയ്ത് പോവുക, എവിടെയാണ് ട്രീറ്റ് ചെയ്ത് പോവുക, നോൺ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിലാണ് ഈ ഒരു ഐറ്റം ട്രീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ചാർട്ടായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ ഇവന്റും ഒരു ചാർട്ടായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പാർട്ട് നമ്മളൊരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു ചാർട്ട് പ്രസന്റേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്ലീസ് ലിസൺ. ഇൻകം ടാക്സ് ഇറ്റ് ഹാസ് ടു പാർട്ട്, കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. ദെൻ കറണ്ട് ടാക്സ് ഹാസ് current tax asset and current tax liability. The same way deferred tax assets and deferred tax liabilities. Then current tax asset recovered ചെയ്താൽ current asset ആയി ട്രീറ്റ് ചെയ്യുന്നു. Then current tax asset not recovered ആണെങ്കിൽ non current asset ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. Then deferred tax asset non current asset ആയിട്ടാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. The same way deferred tax liability non current liabilities ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ജേണൽ എൻട്രീസ് റൈറ്റ് ചെയ്യാനുണ്ടാവും. അതായത് ഡെഫേർഡ് ടാക്സ് അസറ്റിനും ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയും റെക്കഗ്നൈസ് ചെയ്താൽ അല്ലെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുന്നതിനുള്ള ജേണൽ എൻട്രി. അപ്പോൾ ഒരു ഡെഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ഉണ്ടായി, then what is the journal entry? അപ്പോൾ നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റിന്റെ ജേണൽ എൻട്രി ആണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഡെഫേർഡ് tax asset account debtor to
deferred tax account. Okay, to deferred tax account. To deferred tax account. Clear ആണല്ലോ. അതായത് ഡെഫേർഡ് ടാക്സ് അസറ്റ് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി ആണ് റെക്കോർഡ് ചെയ്തു പോകുന്നതെങ്കിൽ എന്താ വരിക? ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അക്കൗണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് deferred tax account debtor to deferred tax liability account. അപ്പോൾ അസറ്റ് ആകുമ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ലാബിലിറ്റി ആകുമ്പോൾ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെബിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഡെഫേർഡ് ടാക്സ് അക്കൗണ്ടിനെ ഇവിടെ ഡെഫേർഡ് ടാക്സ് അക്കൗണ്ടിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തേക്കാണ് ചെയ്തത്. ഏതിൻ്റെ കേസിലാണ്? അസറ്റിൻ്റെ കേസിൽ. ലാബിലിറ്റിൻ്റെ കേസിൽ ഇതിൻ്റെ റിവേഴ്സ് എൻട്രി ആണ് വരിക. സോ ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അക്കൗണ്ട് ഇവിടെ വരുന്നത്. ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അക്കൗണ്ട്. ഓക്കെ, അസറ്റിന്റെ കേസിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ്. ലാബിലിറ്റിയുടെ കേസിൽ ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പാർട്ട് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.